മുസ്ലിം ലീഗിന്റെ പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ മാസ്റ്റർക്കൊപ്പമാണ് വൺ ന്യൂസ് ഇപ്പോൾ ഉള്ളത്. 38,000 നിന്ന് 32,000 മുകളിലേക്ക് നജീബ് കാന്തപുരത്തിനെ വിജയിപ്പിച്ചതിൽ നിങ്ങളുടെയൊക്കെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. ഇനി ഉത്തരവാദിത്തങ്ങൾ കൂടുകയാണ്. മാത്രമല്ല, ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അതൊക്കെ നാട്ടുകാർ പറയുന്ന ബൈപ്പാസ് പദ്ധതി തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇനി ഈ നിങ്ങൾക്കും കൂടി MLA-യുമായി ബന്ധപ്പെട്ടും ഇത്തരം കാര്യങ്ങളിലൊക്കെ പെട്ടെന്ന് തീരുമാനങ്ങളിലേക്ക് എത്താൻ സാധിക്കില്ലേ? തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ജനങ്ങള് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പില് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ 6 പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും ചരിത്രത്തിൽ ആദ്യമായി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ UDF-ന് സമർപ്പിച്ചുകൊണ്ട് അതിന്റെ പിന്നാലെ നടന്ന അസംബ്ലി തെരഞ്ഞെടുപ്പില് 38 വോട്ടിൽ നിന്ന് 32,431 വോട്ടിലേക്ക് ഭൂരിപക്ഷം നൽകിക്കൊണ്ട് വലിയ രൂപത്തിൽ ജനങ്ങൾ UDF-നോട് ചേർന്ന് നിന്നിരിക്കുകയാണ്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വലിയ പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷകൾ പൂർത്തീകരിക്കാൻ UDF-നെ സാധ്യമാവൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അവരൊക്കെ ഇങ്ങനെയുള്ള റിസൾട്ടിലേക്ക് UDF-നെ എത്തിച്ചത്. നമുക്കറിയാം, നജീബ് കാന്തപുരം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഇവിടെ ഒരുപാട് പദ്ധതികളാണ് കൊണ്ടുവന്നത്. സർക്കാരിന്റെ സാമ്പത്തിക സഹായം കൊണ്ട് ചെയ്തതും അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തം കാഴ്ചപ്പാടുകൾ കൊണ്ട് സർക്കാരിൽ നിന്ന് യാതൊരു പണവും ലഭിക്കാതെയുള്ള ഒരുപാട് വിദ്യാഭ്യാസ പദ്ധതികളൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്ര വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക് പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുള്ളത് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ പെരിന്തൽമണ്ണക്ക് അനിവാര്യമാണ്. ഏറ്റവും കൂടുതലായിട്ട് പെരിന്തൽമണ്ണയാണ് ഈ മലപ്പുറം ജില്ലയിൽ പെട്ടെന്ന് വികസിക്കുന്ന ഒരു ടൗണ്. അപ്പൊ അതുകൊണ്ട് അവിടുത്തെ ഈ ജനവാസം, ഈ വാഹനങ്ങളുടെ തിരക്ക്, ഇതിനനുസരിച്ചുള്ള ഒരു വലിയ രൂപത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ അനിവാര്യമായി വന്നിരിക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോൾ ഗതാഗത കുരുക്കാണ്. അതൊരു ബൈപ്പാസിന്റെ കോഴിക്കോട് പാലക്കാട് റോഡിലുള്ള മേൽപ്പാലത്തിന്റെ ഒരു പ്രശ്നം. ആ മേൽപ്പാലത്തിന്റെ വീതി കുറഞ്ഞു എന്നുള്ളതല്ല, അതിനപ്പുറത്തുള്ള ആ ക്ഷേത്രവും അതിനപ്പുറത്തുള്ള റോഡുകളും ഒക്കെ ഇവിടെ നിന്നാണ് പോകുമ്പോൾ അതിൽ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു ഗതാഗത കുരുക്ക് നീണ്ട കാലമായിട്ട് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ഇലക്ഷനിൽ നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ മങ്കട മത്സരിച്ചിരുന്ന അലി സാഹിബ് ആണെങ്കിലും പെരിന്തൽമണ്ണയിൽ നിന്ന് നജീബ് സാഹിബ് ആണെങ്കിലും ഒക്കെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു ഉറപ്പ്, ഓറോളം പാലം ബൈപ്പാസ് തീർച്ചയായിട്ടും UDF-ന് അധികാരം കിട്ടിയാൽ അത് യാഥാർത്ഥ്യമാക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വികസന പ്രവർത്തനം ഞങ്ങളുടെ മുമ്പിലുള്ളത്. അത് തന്നെ. ഏതായാലും ജനങ്ങൾക്ക് പ്രതീക്ഷിക്കാം, അവർ വോട്ട് നൽകിയത് വെറുതെ ആയില്ല എന്ന്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുമെന്ന് AK നാസർ മാസ്റ്റർ, മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹം. ഈ നിയോജക മണ്ഡലത്തില് 32,000 മുകളിൽ വോട്ട് ലഭിച്ച് നജീബ് കാന്തപുരത്തിന് ജയിക്കാൻ കഴിഞ്ഞതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാക്കന്മാരിൽ ഒരാളാണ് AK നാസർ മാസ്റ്റർ. അതുകൂടാതെ AK മുസ്തഫ ഉണ്ട്. അതുകൂടാതെ മറ്റുള്ള പ്രധാനപ്പെട്ട നേതാക്കളുടെ പേരുകൾ എടുത്തു പറയാം. അതുപോലെ KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജ് ഉണ്ട്. അതുപോലെ കുറെ ഏറെ നേതാക്കന്മാരുണ്ട്. ഇതെല്ലാം ഇതെല്ലാം ഓരോ വോട്ടുകളും മിസ്സാവരുത് എന്ന് ഓരോ പ്രവർത്തകരെ ഓർമ്മിപ്പിച്ച് നിയന്ത്രിച്ച ആളുകളിൽ ഒരാളാണ്. അപ്പോ ഇനിയിപ്പോ ഒരിടംപാടം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതി കൂടാതെ ഈ നഗര പരിധിയിലും അതുപോലെ ഗ്രാമീണ മേഖലകളിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ, പരിഹരിക്കപ്പെടേണ്ട പ്രശ്നങ്ങളുണ്ട്. അക്കാര്യത്തിൽ കൂടി നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ചെലുത്തൽ, MLA ശ്രദ്ധയിൽ കൊണ്ടുവരികയും എത്രയും പെട്ടെന്ന് അതൊക്കെ പൂർത്തീകരിക്കാൻ കഴിയുകയും ചെയ്യുമെന്ന്. പെരിന്തൽമണ്ണ ഗവൺമെന്റ് ജില്ലാ ആശുപത്രി അത് ഇതുപോലെ വലിയൊരു പ്രശ്നമാണ്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇത് ജില്ലാ ആശുപത്രിയായിട്ട് ഉയർത്തിയത്. അതിനുശേഷം പിന്നെ ഇവിടെ 10 വർഷമായിട്ട് വന്ന LDF-ന്റെ സർക്കാർ ഒരു രൂപ പോലും അതിലേക്ക് അനുവദിച്ചില്ല എന്ന് മാത്രമല്ല, അവിടേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ, ഡോക്ടറെ അവരെന്നും അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച് അതിനെ തീരെ മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്നും ആ ആശുപത്രി എത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം കഴിഞ്ഞ 10 കൊല്ലത്തെ ഭരണമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫ്, അവിടേക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഇവയൊക്കെ ഒരുക്കുക എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായിട്ടുള്ള ആവശ്യമാണ്. അതുപോലെ താഴിക്കോട് പഞ്ചായത്ത്, ആരിപ്പറമ്പ് പഞ്ചായത്തിലേക്കുള്ള തൂതയിൽ വെട്ടിച്ചുരുക്കുന്നതിനുള്ള കുടിവെള്ള പദ്ധതി അത് ഭാഗികമായിട്ട് നിൽക്കണം. ഇപ്പോൾ അത് പൂർത്തീകരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മുമ്പിലുണ്ട്. അങ്ങനെ അതോടൊപ്പം തന്നെ പുരാമന്തോളിൽ നിന്ന് മേലാറ്റൂരിലേക്ക് പോകുന്ന ഒരു ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, അത് നമുക്കറിയാം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ പോലും ഇന്നും അത് റോഡിന്റെ പണി പൂർത്തീകരിക്കാൻ സാധ്യമാവാതെ നിൽക്കുകയാണ്.
ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ, ഒട്ടേറെ പ്രതിസന്ധികൾ, ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ ഇതൊക്കെ മണ്ഡലത്തിലുണ്ട്. അതൊക്കെ ഒന്നൊന്നായിട്ട് പരിഹരിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. ഏതായാലും എല്ലാ പ്രശ്നങ്ങളും ഇപ്പോൾ ഇദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം, സംസ്ഥാന പാതയില് പട്ടാമ്പി റോഡ്, അതായത് പട്ടാമ്പി റോഡ് എന്ന് പറയും, മേലാറ്റൂർ പുലാമന്തോൾ റോഡ്, അതൊക്കെ മന്ത്രി തന്നെ, അന്നത്തെ മന്ത്രി, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വന്ന് അടുത്ത മഴക്കാലം കഴിഞ്ഞാൽ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞു പോയി. പിന്നെ MLA അതിന്റെ പേരിൽ ഒരുപാട് സമരം നടത്തി. MLA അതിന്റെ പേരിൽ പരിഹസിച്ചവരുണ്ടാകാം. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്കാണ് അദ്ദേഹം അങ്ങനെയുള്ള സമരരംഗത്ത് നേരിട്ടിറങ്ങിയത്. അങ്ങനെ പരിഹരിക്കപ്പെടേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏതായാലും ഈ ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയ സ്നേഹം, 32,000 മുകളിൽ വോട്ട് നൽകി വിജയിപ്പിച്ചതും അദ്ദേഹത്തെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്ന ജനങ്ങളുടെ പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ അസ്ഥാനത്താവില്ല എന്ന് മുസ്ലിം ലീഗിന്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് AK നാസർ മാസ്റ്റർ ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയമൊന്നും വേണ്ട, എല്ലാവരും ഒരുമിച്ച് നിന്ന് നാടിന്റെ വികസനത്തിന് കൈകോർത്ത് മുന്നോട്ട് പോകാമെന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. ജബ്ബാർ വേണാട്, 1 ന്യൂസ്, പെരിന്തൽമണ്ണ. ഒരുമയോടെ തിളങ്ങട്ടെ ഈ ആഘോഷക്കാലം. നിവ ഗോൾഡ് ഒരുക്കുന്നു വിഷു, ഈസ്റ്റർ, ബക്രീദ് ഫെസ്റ്റീവ് ഓഫർ. നിങ്ങളുടെ ഇഷ്ടാഭരണങ്ങൾ ഇനി 1% പണിക്കൂലിയിൽ സ്വന്തമാക്കാം. മെയ് 30 വരെയുള്ള നിങ്ങളുടെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസുകൾക്കും കേരള മോഡൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 1% മാത്രം. ബോംബെ ബംഗാളി ആഭരണങ്ങൾക്ക് പണിക്കൂലി 2% മാത്രം. രാജ്കോട്ട്, കൽക്കട്ട ട്രഡീഷണൽ ആഭരണങ്ങൾക്ക് പണിക്കൂലി 3% മാത്രം. സിംഗപ്പൂർ ആന്റിക് ബ്രാൻഡഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 4% മാത്രം. ടർക്കിഷ് ടെമ്പിൾ പ്രീമിയം ആഭരണങ്ങൾ പണിക്കൂലി 5% മാത്രം. ഡയമണ്ട്, പ്രഷ്യസ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്. ഒപ്പം ആകർഷകമായ സ്വർണ്ണ സമ്പാദ്യ പദ്ധതികളും. അണിഞ്ഞൊരുങ്ങാം ഈ ആഘോഷക്കാലം നിവ ഗോൾഡിനൊപ്പം. നിവ ഗോൾഡ്, ചെറുപ്പുളശ്ശേരി ആൻഡ് ഒറ്റപ്പാലം.